ഹായ് ഫ്രണ്ട്സ്, ബിവിസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ബിവിസ് വേൾഡിനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. ഇന്നൊരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെക്കുക. അതിനുശേഷം ഇത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ അല്പം വെള്ളവുമായി മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യുക. ഫെവിക്കോളിൽ അത്ര തന്നെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ഇത് ടിഷ്യൂ പേപ്പർ. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിനെ ഈ കുപ്പിയുടെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കണം. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ ആയാലും മതി, ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബോട്ടിലിനെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായി ഒട്ടിച്ചെടുക്കണം. ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, എളുപ്പത്തിൽ ഒട്ടിക്കിട്ടും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് മത്തൻ്റെ കുരുവാണ്, പംകിൻ സീഡ്സ്. അപ്പോൾ പംകിൻ സീഡ്സ് വെച്ചിട്ടാണ് ഇന്ന് ഈ ആൻറ്റിക് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് ഞാൻ പംകിൻ സീഡ് വെച്ചിട്ട് വേറൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിൽ ആർട്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക. ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പംകിൻ സീഡിനെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ നോട്ട്ബുക്കിൻ്റെ കവറോ അല്പം കട്ടിയുള്ള പേപ്പറോ ചെറിയ സർക്കിൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഫെവിക്കോൾ വെച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഒട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് അല്പം ഡ്രൈ ചെയ്യാനൊക്കെ വെക്കാൻ സമയമുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് പംകിൻ സീഡ്സ് ഇതേപോലെ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഈ കാർഡ്ബോർഡ് പീസിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വളരെ നേരിയ കാർഡ്ബോർഡ് പീസ് എടുക്കുക, അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ കവർ എടുക്കുക. അതിനെ ഇങ്ങനെ റൗണ്ടായി കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ചുറ്റും ഇതേപോലെ പംകിൻ സീഡ്സ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് 2 ലെയർ കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അടുത്ത ലെയർ ചെയ്യാണ്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ തന്നെ പംകിൻ സീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ മത്തൻ്റെ കുരു നന്നായി കഴുകി ഉണക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒരു പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. രണ്ടാമത്തെ ഒരു ലെവല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ നോക്കാം. അവസാന ലെയറിലേക്ക് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് വീണ്ടും ഇത് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മറ്റ് ഫ്ലവേഴ്സ് കൂടി ചെയ്തെടുക്കുക. ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ക്ലേ ഫ്ലവർ ആണെന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ടിഷ്യൂ പേപ്പർ റോള് തയ്യാറാക്കി എടുക്കണം. പേപ്പർ റോള് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ന്യൂസ് പേപ്പർ കൊണ്ട് ഇതേപോലെ റോള് തയ്യാറാക്കി എടുക്കുക. വളരെ നേരിയ റോളുകൾ തയ്യാറാക്കി എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഡ്രൈ ചെയ്ത് വച്ചിട്ടുള്ള കുപ്പിയിലേക്ക് ഈ പംകിൻ സീഡ്സിൻ്റെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേണിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനൊന്ന് എൻ്റെതായ രീതിയിലൊന്ന് ട്രൈ ചെയ്യാണ്. ഇതൊരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ് ചെയ്തിട്ടുള്ളത്. മുമ്പേ ഞാൻ പംകിൻ സീഡ് വെച്ചിട്ട് കുറച്ച് വേറൊരു രീതിയിൽ കളർഫുള്ളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അതൊന്ന് കാണുക. ഇതേപോലെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു റോളിനെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ടിഷ്യൂ പേപ്പർ റോളില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ചാർജറിൻ്റെ കഷ്ണം കൊണ്ടൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ചാർജറിൻ്റെ വയറില്ലേ, അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രയും വേസ്റ്റ് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇവിടെ ഞാൻ ഫെവിക്കോളാണ് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഗ്ലൂ കൊണ്ട് അത്ര എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അല്പം ഒന്ന് ഡ്രൈ ആവാൻ സമയമെടുക്കും. ഇതാ ഇനി നന്നായി ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിന് കുറച്ച് ലീഫ് വെച്ച് കൊടുക്കാം. അതും ഈ പംകിൻ സീഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഈ ഇലകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആൻറ്റിക് ഫിനിഷിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലെയുള്ള ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് ഇതിനെ മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാ വിടവുകളും കവർ ചെയ്യുന്ന രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ഉള്ളിലൊക്കെ ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലാക്ക് കളർ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പം കുറച്ച് കട്ടിയുള്ളതായിട്ട് നമുക്ക് തോന്നും, ഒരുപാട് പെയിൻറ്റ് ആവശ്യമായിട്ടുള്ളതുപോലെ തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ബാക്കി പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അല്പം വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് മൊത്തത്തിൽ ഈ കുപ്പി മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവണം. അപ്പം നന്നായി ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിൽ പണികൾ തുടങ്ങാം. അപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനടുത്ത പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് കോപ്പർ ഫിനിഷിങ്ങിലുള്ള ഒരു പേൾ കളറാണ് എടുക്കുന്നത്. പേൾ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കോപ്പർ ഫിനിഷിംഗ് ആണ്. അപ്പം ഇത് വെച്ച് നമുക്ക് ബാക്കി പെയിൻറ്റിങ് ചെയ്യാം. അപ്പം ഒന്നുകിൽ നമുക്ക് ബ്രഷ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൈ കൊണ്ട് ഈ കോപ്പർ കളറിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് വെറുതെ ഒന്ന് സ്ലോ ആയിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുക. നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചുകൊണ്ട് ഇതേപോലെയുള്ളൊരു ഫിനിഷിങ് കിട്ടും. ഇതേപോലെ ഫ്ലവേഴ്സിനും ലീഫിനും അതിൻ്റെ തണ്ടിനും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ കോപ്പർ കളർ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈകൊണ്ട് അടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രഷ് കൊണ്ട് ചെയ്തെടുത്താൽ മതി. വളരെ പതുക്കെ ചെയ്ത് കൊടുക്കുക. അധികം കളറിൽ ഡിപ്പ് ചെയ്യാതെ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ബോട്ടിൽ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ബോട്ടിൽ ആർട്ടിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികവും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ബോട്ടിൽ ആർട്ടുകളാണ്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ നല്ലത്. എന്നാൽ നമുക്ക് അതിനെ വേസ്റ്റിനെ ഒഴിവാക്കാനും പറ്റും, നല്ല ഭംഗിയിൽ അവയെ അറേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരം ബോട്ടിൽ ആർട്ടുകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ബിവീസ് വേൾഡ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. കുറച്ച് ക്ഷമയോടെ ഇത് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് കഴിയില്ല. ജസ്റ്റ് എല്ലാ ഭാഗവും ഇതേപോലെ കവർ ചെയ്യണം. ഒരു ഭാഗവും വിട്ടു പോകാൻ പാടില്ല. എങ്കിൽ മാത്രമേ നല്ല ഫിനിഷിങ്ങിൽ നമുക്കിത് കിട്ടുകയുള്ളൂ.
നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇത് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഡ്രൈ ആവണം. നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നാൽ ഇതിൻ്റെ തിളക്കവും ഇതൊന്നും പോവാതെ അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ കാലം നിലനിൽക്കാൻ പറ്റും. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഈ ആൻറ്റിക് ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ടതിന് താങ്ക് യു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.